ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ കഥയിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നത് സിദ്ധു കല്യാണ ചെറുക്കനായിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് മേഘ ഇങ്ങനെ വിഷമത്തോടെയും സങ്കടത്തോടെയും ദേഷ്യത്തോടെയൊക്കെയാണ് നോക്കി നിൽക്കുന്നത്. കാരണം അവൾ ആഗ്രഹിച്ചത് അവളുടെ ഭർത്താവായിട്ടായിരുന്നു സിദ്ധുവിനെ. പ്രത്യേകിച്ച് ചന്ദ്രികയുടെ ഭർത്താവുന്നത് അവൾക്ക് സഹിക്കാനേ സാധിക്കില്ലായിരുന്നു. സിദ്ധു വന്ന സമയത്ത് മറ്റേ സഞ്ജയിനൊക്കെ കാണുന്ന സമയത്ത് അയാളോടൊക്കെ നന്നായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ്. അതിനുശേഷം ഗുരുക്കൾ പറഞ്ഞത് പ്രകാരം അവിടെ ഇരിക്കുകയാണ്, ഒരുക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത്. പക്ഷെ ആ സമയത്തൊക്കെ മലരിങ്ങനെ വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത്. തൻ്റെ അമ്മയെ തന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ വന്ന ഒരാളായിട്ടാണ് അവളിപ്പോൾ സിദ്ധുവിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മുൻപുള്ളതുപോലെ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണെങ്കിൽ മേഘയാണെങ്കിൽ സിദ്ധുവിനെ തന്നെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ചന്ദ്രികയും ഡ്രസ് ചേഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്നുണ്ടായിരുന്നു. അവളും കൂട്ടുകാരികളും അതുപോലെ ആരതിയൊക്കെ ചേർന്ന് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. നാണം കലർന്ന ചിരിയോട് കൂടിയാണ് ചന്ദ്രികയെ കാണുന്നത്. ആ സമയത്ത് മേഘ ഇങ്ങനെ ചന്ദ്രികയെ തന്നെ നോക്കിക്കൊണ്ട് അവൾക്ക് സങ്കടവും ദേഷ്യവും വെറുപ്പും ഒക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം ചന്ദ്രിക അവളുടെ സ്വപ്നങ്ങൾ തട്ടിയെടുക്കാൻ വന്ന ഒരാളായിട്ടാണ് അവൾ ചന്ദ്രികയെ കാണുന്നത്. ആ സമയത്ത് ചന്ദ്രികയും കൂട്ടിക്കൊണ്ട് അവരെല്ലാവരും ആ ഒരു പന്തലിലെത്തിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആരതിയും കൂട്ടുകാരികളും ചേർന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് നിർത്തിയ സമയത്ത് ഗുരുക്കൾ പറയുന്നുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടി അവൻ്റെ അടുത്ത്. അപ്പോൾ ആ ഒരു സോഫയിൽ സിദ്ധുവിനൊപ്പം ചന്ദ്രികയും ചേർന്നിരിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ മേഘയ്ക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അതേ അവസ്ഥയിൽ തന്നെ വേറൊരു രീതിയിലാണ് മലരും ഉണ്ടായിരുന്നത്. തൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നത് ആലോചിച്ചിട്ടുള്ള സങ്കടത്തിലാണ് ആ കുഞ്ഞുണ്ടായിരുന്നത്. ആ സമയത്ത് ആരതി ഗുരുക്കളോട് ചോദിക്കുന്നുണ്ട്, നിശ്ചയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇനി എത്ര സമയമുണ്ട്? 1 മണിക്കൂർ കൂടിയുണ്ട്. അതായത് ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഇനി 1 മണിക്കൂർ കൂടിയുണ്ട്. അത്രയധികം സമയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി ഡാൻസ് കളിച്ചാലോ? ഓ, തീർച്ചയായിട്ടും നിങ്ങൾ കളിച്ചോളൂ, ഗുരുക്കൾ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോഴേക്കും ആരതി സന്തോഷത്തോടു കൂടി ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അവൾക്കൊപ്പം തന്നെ ആകാശിനെ അവൾ വലിച്ചു കൂട്ടി കൊണ്ടുപോകുന്നുണ്ട്. അവർ രണ്ടുപേരും ഡാൻസ് തുടങ്ങുമ്പോഴേക്കും ഗീതയും പിന്നാലെ എത്തുകയാണ്. അങ്ങനെ അവർ 3 പേര് കളിച്ചപ്പോഴേക്കും ആകാശിനോട് ആരതി പോയിട്ട് മുത്തശ്ശനെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ്. അങ്ങനെ വലിയൊരു പാട്ടൊക്കെ വെച്ച് അവരത് നന്നായി ആഘോഷിക്കുകയാണ്, എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ മുത്തശ്ശനും വന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛനല്ലേ ഡാൻസ് കളിക്കുന്നത്, നിങ്ങളുടെ മോളെ കല്യാണമല്ലേ, അപ്പം നിങ്ങളും പോയിട്ട് ഡാൻസ് കളിക്കും. ഞാൻ പോവില്ല, അതൊക്കെ അവർ കളിച്ചോട്ടെ എന്നൊക്കെ പറയാണ്. അതൊന്നും സാരമില്ല, ഇപ്പോൾ കളിച്ചില്ല പിന്നെ എപ്പോഴാന്നൊക്കെ പറഞ്ഞപ്പോൾ മഹേന്ദ്രനും പറയാണ്, എങ്കിൽ പിന്നെ പോവല്ലേ, നീയും കൂടി എനിക്കൊപ്പം വാ. ഞാനില്ല. ഇപ്പം മനസ്സിലായില്ല, എന്താ നിൻ്റെ മോളും കൂടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവസാനം ലക്ഷ്മിയെ സമ്മതിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരതി പറയുന്നുണ്ട് സിദ്ധുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോൾ സിദ്ധുവിനെ കൂട്ടിക്കൊണ്ട് വരികയാണ് ആരതി പോയിട്ട്. അങ്ങനെ പിന്നെ സിദ്ധാർത്ഥും ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങി. ഇതൊക്കെ കണ്ട് ചന്ദ്രിക സന്തോഷത്തോടു കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. അതുപോലെ ജാനകിക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. ജാനകിയും വാസുവും ഒക്കെ ചേർന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് കൈയൊക്കെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, എല്ലാവരും നല്ല ജോളി മൂഡിലാണ് ഉണ്ടായിരുന്നത്. അവസാനം ലക്ഷ്മി വന്നിട്ട് ചന്ദ്രികയെ കൂടി കൂട്ടാൻ വേണ്ടി നോക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് സങ്കടം സഹിക്കാനാവാതെ കുറച്ച് ദൂരത്തോട്ടായിട്ടാണ് മേഘ ഇരിക്കുന്നത്. അവൾക്കിതൊന്നും തീരെ സഹിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഇരിക്കേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ ചന്ദ്രിക ഇരിക്കുന്നത്. അവൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ചന്ദ്രിക നേടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്നാണ് ചന്ദ്രിക അവിടുന്ന് പോകുന്ന സമയത്ത് മേഘയുടെ മുന്നിലായിട്ട് ആ ഒരു ഗുരുക്കൾ ഇരിക്കുന്ന ഭാഗത്തായിട്ട് നാളികേരം കാണുന്നത്. അപ്പോൾ മേഘയ്ക്ക് അതൊരു നല്ല ചാൻസ് ആയിട്ട് തോന്നുവാണ്. ആ നാളികേരത്തിൻ്റെ കൂട്ടത്തിൽ ഈ നാളികേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും സംശയമൊന്നും തോന്നില്ലല്ലോ. അപ്പോൾ മേഘം എല്ലാം എഴുന്നേൽക്കുന്നുണ്ട് അവിടുന്ന്. എന്നിട്ട് എല്ലാവരും ആടുകയും പാടുകയും ചെയ്യുന്ന ആ ഒരു സമയം നോക്കിയിട്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മേഘ ആ നാളികേരം അവിടെ ഉണ്ടായിരുന്ന ഗുരുക്കൾ വെച്ച നാളികേരത്തിൻ്റെ കൂട്ടത്തിൽ ഒന്നായിട്ട് വെക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് ശരിക്കും ശ്വാസം നേരെ വീണത്. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു. നൈസായി പ്രിയയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പ്രിയ വാ, നമുക്ക് സ്നേക്ക് പാർക്കിലേക്ക് പോകാം. കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയയെ വിളിച്ചുകൊണ്ട് മേഘ പറയാണ്. അപ്പോൾ പ്രിയ വീണ്ടും നേരത്തെ പോലെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്നോളാം അമ്മ. അപ്പോഴേക്കും ചന്ദ്രിക അങ്ങോട്ടേക്ക് പോവാണ്. കാരണം മേഘ കുഞ്ഞിനെ വിളിക്കുന്നത് കണ്ടതുകൊണ്ട്. തല്ല് കൊള്ളണോ നിനക്ക്, മിണ്ടാതെ വാ എന്നും പറഞ്ഞിട്ട് പ്രിയയുടെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുമ്പോൾ പ്രിയ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ ഞാനിവിടെ നിന്നോളാം അമ്മ, പ്ലീസ് അമ്മ. അപ്പോഴാണ് മേഘയുടെ കയ്യിൽ ചന്ദ്രിക വന്ന് പിടുത്തിടുന്നത്. മേഘ ശരിക്കും ഷോക്കായി പോയി. കാരണം ചന്ദ്രിക താൻ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്നാണ് മേഘ ചിന്തിച്ചത്. അവൾ ശരിക്കും പേടിച്ച് ഞെട്ടിക്കൊണ്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ചന്ദ്രിക ഇങ്ങനെ അവളെ തന്നെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്താ മേഘ ഇത്ര പെട്ടെന്ന് എന്താ പോകുന്നത്? ചന്ദ്രികയ്ക്ക് കാര്യം മനസ്സിലായിട്ടില്ല എന്നുള്ളത് മേഘയ്ക്ക് മനസ്സിലായി. പക്ഷെ അവൾക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. അയ്യോ, ഇവൾ എന്നെയും എൻ്റെ മോളെയും കൂട്ടിയിട്ടാണോ ചാവാൻ വേണ്ടി പോകുന്നത്? മേഘയുടെ മുഖത്ത് വല്ലാത്ത ഭയം ഉണ്ടായിരുന്നു.
അങ്ങനെ ചന്ദ്രിക വീണ്ടും തിരിച്ചു വിളിച്ചപ്പോഴേക്കും അവൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിയയുടെ കൈവിട്ടുകൊണ്ട് മേഘ വീണ്ടും അകത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. പ്രിയക്ക് സമാധാനമായി, കാരണം അമ്മ അവളെ കൂട്ടാതെ തിരിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവൾ വേഗം മലറിനോട് പറയുന്നുണ്ട്, മലർ നീയും വാ, നമുക്ക് ഡാൻസ് കളിക്കാം. ഞാൻ വരുന്നില്ല, നിങ്ങൾ കളിച്ചോ. ശരി. മേഘ തിരിച്ചകത്തേക്ക് വന്ന സമയത്ത് ചുറ്റിലും നോക്കുവാണ്. അതുമാത്രമല്ല, അവൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയിലേക്ക് തന്നെയാണ് അവൾ നോക്കിക്കൊണ്ടേ നിൽക്കുന്നത്. ബാക്കി ആരും ഇതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുകയാണ്. ചന്ദ്രിക ഉൾപ്പെടെ എല്ലാവരും ആ ഒരു ഡാൻസിൻ്റെ തിരക്കിൽ തന്നെയാണുള്ളത്. മേഘയാണെങ്കിൽ വല്ലാതെ ഭയന്നുകൊണ്ട് നിൽക്കുകയാണ്. അയ്യോ, എങ്ങനെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുക, അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ ചന്ദ്രികയെ വിളിക്കുകയാണ്. ഏയ് ചന്ദ്രിക, ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്, എനിക്ക് വല്ലാതെ വയറുവേദനിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് മരുന്ന് കഴിച്ചിട്ട് വന്നോട്ടെ. ശരി മേഘ, എങ്കിൽ പോയിട്ട് വേഗം വാ. ചന്ദ്രിക അവളെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴാണ് മേഘയ്ക്ക് സമാധാനമായത്. അതേസമയം ഇതൊന്നും അറിയാതെ സിദ്ധുവും ആകാശമൊക്കെ ചേർന്ന് അടിപൊളി ഡാൻസ് കളിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പ്രിയയും അവളുടെ കൂട്ടുകാരികളും. മലർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രിയയുടെ അടുത്തേക്ക് പോയിട്ട് മേഘ വിളിക്കുന്നുണ്ട്, ഏയ് വാ. അപ്പോൾ മേഘ കുട്ടിയുടെ കൈ പിടിച്ചു വലിച്ച് കൂട്ടിക്കൊണ്ടുപോവാണ്. അമ്മമ്മ പ്ലീസ് അമ്മ, എന്നെ വീടമ്മ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അമ്മ, വരാനല്ലേ നിന്നോട് പറഞ്ഞത് എന്നും പറഞ്ഞ് വലിച്ചു കൂട്ടിക്കൊണ്ടുപോവാണ്. പ്രിയയും കൂട്ടിക്കൊണ്ട് ആദ്യം മേഘ അവരുടെ ആ ചെറിയ വീട്ടിലേക്കാണ് വന്നത്. അവിടെ പൂട്ടിയിട്ട് തന്നെ കണ്ടപ്പോഴാണ് മേഘയ്ക്ക് സമാധാനമായത്. അവരവിടെ തന്നെ നിൽക്കട്ടെ എന്നൊരു ഭാവത്തിൽ അവൾ ചിന്തിക്കുന്നുണ്ട്. മുത്തശ്ശിയെയും മനോഹര മാമനെയും കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഞാനാണ് ബോംബ് വെച്ചത് എന്ന കാര്യത്തിൽ അവർക്കൊരു സംശയം വരും. അവർ രണ്ടുപേരും സേഫായിട്ട് ഈ വീട്ടിൽ തന്നെ നിൽക്കട്ടെ, ഞാൻ തൽക്കാലം പ്രിയയെ മാത്രം കൂട്ടിയിട്ട് പോവാം. മേഘ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് പ്രിയയോട് പറയുന്നുണ്ട്, വാ പ്രിയ, നമുക്ക് രണ്ടുപേർക്കും സ്നേക്ക് പാർക്കിലേക്ക് പോവാം. വേണ്ട അമ്മ, ഇന്ന് പോണ്ട അമ്മ എന്നൊക്കെ പ്രിയ പറഞ്ഞു നോക്കിയെങ്കിലും മേഘ അതൊന്നും കേൾക്കുന്നില്ല. അതേസമയം മനോഹരനാണെങ്കിൽ മേഘ അടച്ചിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്ന വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയാൾ ഒരുപാട് ശ്രമിച്ചതിന് ശേഷം കള്ളന്മാരൊക്കെ ചെയ്യുന്നത് പോലെ എയർപിന്നൊക്കെ വെച്ച് ശ്രമിച്ചപ്പോൾ വാതിൽ തുറന്നു വരികയാണ്. അയാൾ സന്തോഷത്തോടു കൂടി ചേച്ചിയെ വിളിക്കുന്നുണ്ട്. ഏയ് ചേച്ചി, ചേച്ചി നോക്ക്, കതക് തുറന്നത് നോക്ക്. അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാവാണ്. ഇതെങ്ങനെയാടാ നീ തുറന്നത്? അവർ അതിശയത്തോട് ചോദിക്കുകയാണ്. ഓ പിന്നെ, ഇത് വലിയ കോട്ടയല്ലേ, ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ മണിച്ചിത്രത്തായിട്ട് പൂട്ട് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാ ചേച്ചി, ചന്ദ്രികയുടെ സിദ്ധുവിൻ്റെയും കല്യാണ നിശ്ചയത്തിന് പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ ചേച്ചി, വാ ചേച്ചി. അപ്പോൾ ഭയത്തോടു കൂടി മുത്തശ്ശി പറയുന്നുണ്ട്, എടാ ചിലപ്പോൾ മേഘയോ മറ്റോ വന്നാൽ, അവൾ പെട്ടെന്ന് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ചേച്ചി, ഇന്ന് കല്യാണ നിശ്ചയമുള്ളത് കാരണം മേഘ രാത്രിയേ വരുള്ളൂ. മേഘ വരുമ്പോഴേക്ക് നമുക്ക് വേഗം പോയിട്ട് വരാം ചേച്ചി, വാ. അങ്ങനെ രണ്ടുപേരും പുറത്തെ വാതിലും തുറന്നിട്ട് ഓടി വരികയാണ്. അപ്പോൾ പുറത്ത് അവിടേക്ക് തലയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പൂവൊക്കെ വെച്ചുകൊണ്ട് രണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് ചോദിക്കുന്നുണ്ട്, ഇനിയും നിശ്ചയം ആരംഭിച്ചിട്ടില്ലല്ലോ, നടന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നോ ചേച്ചി, വേഗം വാ ചേച്ചി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് പൂവൊക്കെ വാരിയെടുത്തിട്ട് രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ അവരുടെ രണ്ടുപേരുടെയും കണ്ണ് തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം മുഴുവനായിട്ട് അലങ്കരിച്ചിട്ട് കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ ഒരു ചെറിയ വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അയ്യോ, അടിപൊളി ആയിട്ടുണ്ടല്ലേ മനോഹര, എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് സൂപ്പർ ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രിക ഇറങ്ങി വന്നത്. വാ മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് അവരെ ക്ഷണിച്ച് സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ ലക്ഷ്മിയും വന്നിട്ടുണ്ടായിരുന്നു. വാ അമ്മായി, സുഖമല്ലേ നിങ്ങൾക്ക്? ആ സുഖാണ് മോളെ, വാ അകത്തേക്ക് വാ. ആ ഞങ്ങൾ വന്നോളാം, നിങ്ങൾ നടന്നോ എന്നൊക്കെ പറയാണ്. മനോഹരനും അവർക്കൊപ്പം ഡാൻസ് കളിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ലക്ഷ്മി ചന്ദ്രികയോട് ചോദിച്ചത്, ചന്ദ്രിക, മേഘ എങ്ങോട്ടാ പോയത്? അതമ്മ, മേഘയ്ക്ക് വല്ലാതെ വയറ് വേദനിക്കുന്നു എന്ന് പറഞ്ഞു, അതിന് ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടി പോയതാ അവള്. ഓ അങ്ങനെയാണോ, എങ്കിൽ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയും പോകുന്നുണ്ട്. ചന്ദ്രികയും പോയി അവർക്കൊപ്പം ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടി കൂടുവാണ്. മുത്തശ്ശിയും മനോഹരനൊക്കെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതേസമയം ഇടയ്ക്കിടയ്ക്ക് ആ ഒരു നാളികേരം കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനകത്തുള്ള ബോംബ് പൊട്ടാൻ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ആ ഒരു ചടങ്ങ് ആരംഭിക്കാനായിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയും സിദ്ധുവും വന്ന് വീണ്ടും ആ ഒരു സോഫയിൽ വധുവും വരനുമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, പെണ്ണിനും ചെക്കനും എന്താ പറയുക, അവരുടെ ആചാരപ്രകാരം ചെയ്യാനുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആളുകൾ വന്നിട്ട് മാല അണിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അച്ഛ പോയിട്ട് ചെയ്യൂ എന്ന് ആരതി പറഞ്ഞ സമയത്ത് മഹേന്ദ്രൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വാസു പറയാണ്, ആദ്യം അളിയൻ ചെയ്യട്ടെ. അപ്പോൾ മഹേന്ദ്രനാണ് ആദ്യം തന്നെ മാല എടുത്തിട്ട് സിദ്ധുവിൻ്റെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം വാസു എഴുന്നേറ്റ് പോയിട്ട് മാല എടുത്തിട്ട് ചന്ദ്രികയ്ക്ക് കൊടുക്കുകയാണ്. അവളത് വാങ്ങിയിട്ട് അവളുടെ കഴുത്തിൽ അണിയുന്നുണ്ട്. മുഹൂർത്തത്തിനുള്ള സമയമായി, ഞാൻ ജാതകത്തിലുള്ള ഓല വായിക്കട്ടെ എന്ന് പൂജാരി ചോദിച്ച സമയത്ത് തീർച്ചയായിട്ടും വായിച്ചോളൂ എന്ന് മുത്തശ്ശനും പറയാണ്.
അങ്ങനെ അയാളത് എടുത്തുകൊണ്ട് വായിക്കുന്നുണ്ടായിരുന്നു. അതായത് മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെ മകളായിട്ടുള്ള ചന്ദ്രികയും വാസുവിൻ്റെയും ജാനകിയുടെ മകനായിട്ടുള്ള സിദ്ധാർത്ഥും തമ്മിലുള്ള വിവാഹത്തിനെ കുറിച്ചാണ് അയാൾ സംസാരിക്കുന്നത്. എല്ലാ ആളുകളുടെയും സമ്മതത്തോടു കൂടി അവരുടെ കല്യാണ നിശ്ചയം നടന്നതായിട്ട് ആ ഒരു സ്വാമി അതിൽ നിന്ന് വായിക്കുകയാണ്. അപ്പോൾ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടി സിദ്ധുവും ചന്ദ്രികയും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ഏറെ നാളത്തെ ഒരു സ്വപ്നമാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. കല്യാണ നിശ്ചയത്തിനുള്ള ദിവസം പിന്നൊരു ദിവസം എല്ലാവരും അറിയിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ സന്തോഷകരമായിട്ട് ആ ഒരു കാര്യം അവസാനിച്ചു. എല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടും കൂടി നെടുവേർപ്പെടുവാണ്. ആ സമയത്ത് പൂജാരി കയ്യിലുണ്ടായിരുന്നൊരു മോതിരം, അതായത് അവർ ആ ഒരു ചടങ്ങ് പ്രകാരമുള്ള മോതിരം സിദ്ധുവിന് കൊടുക്കുവാണ്. അതുപോലെ ചന്ദ്രികയ്ക്കും പൂജിച്ചിട്ടുണ്ടായിരുന്ന മോതിരം കൊടുത്തു. രണ്ടുപേരും എഴുന്നേറ്റ് നിന്നതിന് ശേഷം ആ ഒരു മോതിരം പരസ്പരം കൈമാറ്റത്തിൽ ഇടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം മാറ്റം ചടങ്ങ് നടക്കുകയാണ്. രണ്ടുപേരും പ്രണയത്തോടു കൂടി നോക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു ചടങ്ങ് ചെയ്യുന്നത്. ആ സമയത്ത് മേഘയും പ്രിയയും കൂടെ പുറത്താണ് ഉണ്ടായിരുന്നത്, ഓട്ടോറിക്ഷയിൽ. അപ്പോൾ പ്രിയ മേഘയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഈ ഒരു സമയത്ത് എന്നെ ഇത്ര തിരക്ക് പിടിച്ച് കൂട്ടിയിട്ട് വന്നത്? മേഘക്ക് ദേഷ്യം വരികയാണ്. വായ് മൂടിയിട്ട് എൻ്റെ കൂടെ വരാൻ നോക്ക്. എന്നിട്ട് അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ ആ കുടുംബം മുഴുവൻ ഇല്ലാതെയാവും. അതോർത്തപ്പോൾ മേഘയ്ക്ക് വല്ലാത്തൊരു അനുഭൂതി തോന്നുവാണ്. അതേസമയം ചടങ്ങിൽ അവസാനമായിട്ട് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ആൾക്കാർ തമ്മിൽ നിശ്ചയ താമ്പൂല തട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ചടങ്ങാണ്. മഹേന്ദ്രനും ലക്ഷ്മിയും ചേർന്നിട്ട് വാസുവിനും ജാനകിക്കും പരസ്പരം താമ്പൂല തട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാണ്. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് പൂജാരി പറയാണ്, ഇനി കല്യാണ ചെക്കനും പെണ്ണും ചേർന്നിട്ട് വലിയ ആളുകളുടെ അടുത്ത് പോയിട്ട് കാൽക്കൽ വീണിട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി. സഭയ്ക്ക് നമസ്കാരം പറഞ്ഞതിന് ശേഷം വലിയ ആളുകളുടെ അടുത്ത് പോയിട്ട് കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ആദ്യം വാസുവിൻ്റെയും ജാനകിയുടെ അടുത്ത് പോയി അവർ രണ്ടുപേരും അനുഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെ അടുത്ത് പോയപ്പോൾ ലക്ഷ്മി അനുഗ്രഹിച്ചതിന് ശേഷം ലക്ഷ്മി പറയുന്നുണ്ട്, ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കാലമായിട്ട് കാത്തു നിന്നത് ചന്ദ്രിക. ഞങ്ങളുടെ ആഗ്രഹം ദൈവം നിറവേറ്റി തന്നു എന്ന് പറഞ്ഞ് ചന്ദ്രികയുടെ നെറ്റിൽ അവർ ഉമ്മ വെക്കുകയാണ്. ഒരമ്മയുടെ സന്തോഷമായിരുന്നു അത്. ഇടയ്ക്കിടയ്ക്ക് ബോംബ് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നാളികേരം കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം ചന്ദ്രികയും സിദ്ധാർത്ഥും ചേർന്നിട്ട് അവരുടെ സോഫയുടെ അടുത്തെത്തിയപ്പോഴേക്കും ആരതി വന്നിട്ടുണ്ട്. ഒരു നിമിഷം എന്നിട്ട് ചന്ദ്രികയുടെ കൈയെടുത്തിട്ട് സിദ്ധുവിൻ്റെ കൈകളിൽ ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇതെന്തിനാന്ന അർത്ഥത്തിൽ ചന്ദ്രിക ആരതിയെ നോക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, എൻ്റെ കണ്ണിനെയാണ് ഞാൻ നിനക്ക് മുന്നിൽ തരുന്നത് ചന്ദ്രിക. അത് കേട്ടിട്ട് ചന്ദ്രികയ്ക്ക് ചിരി വരികയാണ്. എൻ്റെ സിദ്ധുവിൻ്റെ കണ്ണിൽ നിന്നും ആനന്ദ കണ്ണീരല്ലാതെ മറ്റൊരു കണ്ണീരും കാണാൻ പാടില്ല. അത് നീ എനിക്ക് വാക്ക് തരണം ചന്ദ്രിക. അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്താ ചന്ദ്രിക? ആരതി പറഞ്ഞത് കേട്ടത് ചന്ദ്രിക പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ അവളുടെ തലക്കിട്ട് കിഴിക്കുന്നുണ്ട്. സാധാരണ പെൺകുട്ടികളെ കൈപിടിച്ച് ഏൽപ്പിക്കുമ്പോഴാണല്ലോ അങ്ങനെ പറയുക, കണ്ണ് നിറയാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ അത് സിദ്ധുവിനെ വെച്ച് പറഞ്ഞപ്പോൾ അവളെ കിറുക്കുകയാണ്. അത് കണ്ടിട്ട് ജാനകി പൊട്ടിച്ചിരിക്കുകയാണ്. അതുപോലെ വാസുവും മഹേന്ദ്രനും ലക്ഷ്മിയും ആകാശാണെങ്കിൽ ആരതിയുടെ ആ ഒരു കുസൃതിയൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രികയും വിട്ടുകൊടുക്കുന്നില്ല. നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. ശരി, ഓക്കേ എന്ന് പറഞ്ഞിട്ട് ആരതി പോയപ്പോൾ മുത്തശ്ശൻ അവളുടെ തലക്കിട്ട് കിഴുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മേഘയ്ക്ക് ബോംബുണ്ടാക്കി കൊടുത്ത ആൾ ഒരു തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുകയാണ്. അപ്പോഴേക്കും മഹേഷ് ഓട്ടോ ഓടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട സമയത്ത് മഹേഷ് അവിടെ വണ്ടി നിർത്തി ഇറങ്ങുകയാണ്. അയാൾ മഹേഷിന് മുൻപേ അറിയുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കുശലാന്വേഷണം നടത്തുകയാണ്. ആഹാ മഹേഷ്, എങ്ങനെയുണ്ട്, സുഖാണോ? ആടാ സുഖാണ്. മഹേഷിയെ തിരിച്ചു പറഞ്ഞുകൊണ്ട് അയാൾക്കും സുഖാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുകയാണ്, അല്ല മഹേഷ്, നീ സ്വന്തമായിട്ട് വാങ്ങിച്ച ഓട്ടോ ആണോ ഇത്? അതേടാ, എൻ്റെ ഫ്രണ്ട് ഒരാൾ ബാങ്കിൽ ലോൺ വാങ്ങിക്കാൻ സഹായിച്ചു, അങ്ങനെ വാങ്ങിച്ചതാ. പിന്നെ നിൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? മഹേഷ് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, എൻ്റെ ജോലി എപ്പോഴത്തെയും പോലെ നന്നായിട്ട് പോകുന്നു. അതേസമയം മേഘ അയാളെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹേഷിൻ്റെ മുന്നിൽ നിന്ന് കോൾ വന്നപ്പോൾ അയാൾ പറയുന്നുണ്ട്, എടാ ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അയാൾ വേഗം തന്നെ മാറി നിന്ന് സംസാരിക്കാൻ പോവാണ്. പറയൂ മാഡം, നിങ്ങൾ പറഞ്ഞതുപോലെ ആ തേങ്ങ ഞാൻ ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പൊട്ടുമല്ലേ? അതിലെന്തിനാ മാഡം നിങ്ങൾക്ക് സംശയം? അത് തീർച്ചയായിട്ടും പൊട്ടുക തന്നെ ചെയ്യും. അയാൾ ഒന്നുകൂടെ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ മേഘയ്ക്ക് അതിയായ സന്തോഷമാവുകയാണ്. എത്ര സമയം കൊണ്ട് അത് പൊട്ടും? അപ്പോൾ അയാൾ ഫോൺ നോക്കിക്കൊണ്ട് പറയാണ്, ഇനിയും 30 മിനിറ്റ് കൊണ്ട് അത് പൊട്ടും. മേഘ വല്ലാത്ത സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത്. ആ ബോംബ് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ആ വീട് മുഴുവനായിട്ടും ഇല്ലാതാവും. അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ മേഘയ്ക്ക് സന്തോഷമായി. ഓക്കെ. അപ്പോൾ അയാൾ വീണ്ടും പറയാണ്, മാഡം ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ ഒറ്റയ്ക്ക് ജയിലിലേക്ക് പറഞ്ഞു വിടരുത്. ഏയ് ഇല്ലില്ല, ഞാനങ്ങനെ നിങ്ങളെ ഒരു കാരണവശാലും വിട്ടുകളയില്ല.
ശരി, ഞാൻ ഫോൺ വെക്കുകയാണ്. ശരി മാഡം. കോള് കട്ടായ സമയത്ത് മേഘ ചിന്തിക്കുന്നുണ്ട്, ആ ബോംബ് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ചന്ദ്രികയുടെ കുടുംബം മുഴുവനായിട്ട് നശിച്ചില്ലാതാവും. ആ കൺകുളിർക്കുന്ന കാഴ്ച ഞാൻ നേരിൽ കാണണം. ചന്ദ്രികയുടെ കുടുംബം നശിക്കുന്നത് എനിക്ക് വീഡിയോ എടുത്ത് വെക്കണം. അത് നേരിട്ട് കാണണമെങ്കിൽ ഞാൻ ഇപ്പം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണമല്ലോ. മേഘ ചിന്തിക്കുകയാണ്. അതേസമയം കോള് കട്ടായിട്ട് അയാൾ കുറച്ച് സമയം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അയാൾക്ക് എന്തോ ഒന്ന് സ്റ്റെക്കായതുപോലെ. തിരിച്ചു വന്നപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, ഏയ് എന്താടാ, എന്താ നിന്നെ കാണുമ്പോൾ എന്തോ പതർച്ച ഉള്ളതുപോലെ? ഏയ് ഒന്നുമില്ലടാ. ഒന്നുമില്ലെന്നോ? എന്തോ നിന്നെ എപ്പോഴും കാണുമ്പോൾ നീ ഇതുപോലെ അല്ലല്ലോ ഉണ്ടാവാറ്. മഹേഷ് സംശയത്തോടെ കുത്തി കുത്തി ചോദിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നത്തിൽ നീ പെട്ടുപോയോ? ഇല്ല, ഇതുവരെ ഇത്ര നേരമായിട്ടും ഞാൻ പെട്ടിട്ടില്ല. എന്നാ ഇനി അങ്ങോട്ട് പ്രശ്നമുണ്ടായി ഞാൻ പിടിക്കപ്പെടരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുറ്റിലും നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങി നിന്നിട്ട് മഹേഷ് ചോദിക്കുന്നുണ്ട്, ഏയ് എന്താടാ ചെയ്തത്? എന്തെങ്കിലും തെറ്റ് ചെയ്തോ? നീ ഇങ്ങ് വാ, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ മഹേഷിനെ കൂട്ടി മാറ്റി നിർത്തുകയാണ്. അപ്പോൾ രണ്ടുപേരും മാറി നിന്നതിന് ശേഷം മഹേഷിനോട് അയാൾ പറയുന്നുണ്ട്, ഒരു പെണ്ണ് വന്നിട്ട് ഒരു ടൈം ബോംബ് സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് സെറ്റിൽ ആവാനുള്ള പണം തരാമെന്ന് പറഞ്ഞു. അത് കേട്ട് മഹേഷ് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ ബാക്കി പറയുന്നുണ്ട്, അവൾക്ക് അവൾ പറഞ്ഞതുപോലെ ടൈം ബോംബ് സെറ്റാക്കി കൊടുത്തു. അതിപ്പോൾ കൊണ്ടുപോയി അവളൊരു വീട്ടിൽ വെച്ചിരിക്കുകയാണ്. മഹേഷ് ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്, കേട്ടത് വിശ്വസിക്കാനാവാതെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മഹേഷ് ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ആ ബോംബ് പൊട്ടിത്തെറിക്കുവടാ. അയാൾ പറയുന്നത് കേട്ടിട്ട് മഹേഷിന് വല്ലാതെ പേടിയാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളും കുറച്ചൊരു ഭയത്തോടെയാണ് പറയുന്നത്, ആ ബോംബ് പൊട്ടിത്തെറിച്ച ആ വീട് മുഴുവനായിട്ട് ചിന്നി ചിതറും. എടാ നീ എന്തൊക്കെ ഈ പറയുന്നത്? നീയാണ് പ്രശ്നത്തിൽ അകപ്പെടുക. അതുതന്നെയാണെടാ എനിക്കും പേടിയുള്ളത്. പക്ഷേ എന്നെക്കുറിച്ച് പുറത്താരോടും പറയില്ല എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ആ പെണ്ണ്. ആരാടാ അവള്? അവളെപ്പറ്റി ഞാൻ നിന്നോട് പിന്നീട് സംസാരിക്കാം. ഏയ് അവളെ സഹായിക്കാൻ പോയിട്ട് നീ കസ്റ്റഡിയിലാവാതെ നോക്കിക്കോ. മഹേഷ് അവന് വാൺ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് പോലീസും കേസുമായിട്ട് നീയാണ് അലയേണ്ടി വരിക. മഹേഷ് പറഞ്ഞത് കേട്ടപ്പോൾ അയാളൊന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.